തുണിക്കടകളിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഇപ്പോൾ ആശാ പ്രവർത്തകരുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഉള്ള കഷ്ടപ്പെടുന്ന സ്ത്രീ സമൂഹം അടക്കമുള്ളവർക്ക് വളരെ തുച്ഛമായ വേതനം കിട്ടുമ്പോഴാണ് 150-200 രൂപയിൽ നിന്ന് പല ഇരട്ടിയാക്കി തടവുകാരുടെ വേതനം കിട്ടുന്നു. ഇതൊരു വല്ലാത്ത അസമത്വമാണെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. അതായത് ഈ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിൽ തന്നെയാണ്. ഇപ്പം ഷോപ്പിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് കസേരയിൽ ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇരിക്കാനുള്ള അവകാശം കൊടുത്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കുന്ന സ്റ്റേറ്റാണ്. അതായത് 86 മേഖലകളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. ഞാൻ മിനിമം വേജ് അഡ്വൈസറി ബോർഡിലെ ഒരു മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് മിനിമം വേജ് പുതുക്കി ഈ എല്ലാ മേഖലകളും പുതുക്കി നിശ്ചയിക്കും. പക്ഷേ ഒരു പ്രയാസകരമായ സാഹചര്യം, പലപ്പോഴും ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുതലാളിമാർ കോടതിയെ സമീപിക്കുകയാണ്.